ചിക്കൻ വറുത്തരച്ചത് വെക്കാനല്ല പഠിക്കാനുള്ള ശ്രമത്തിലാണ്. ചിക്കൻ കുറച്ച് കൂടുതലാണ്, അതിൻ്റേതായൊരു ടെൻഷനുണ്ട്. എന്നാലും കുഴപ്പമില്ല, നോക്കാം. ഇതൊന്നും ഞാൻ തോന്നിയ മാതിരി വാരി എറിഞ്ഞല്ല കേട്ടോ. ഇതൊക്കെ ഗൈഡ് ചെയ്യാൻ ആളുണ്ട് ഇവിടെ. ഗരം മസാലേൻ്റെ ഒരു കുറവും കൂടി ഉണ്ടായിരുന്നു. ഒന്നങ്ങോട്ട് കറക്കുക, നല്ല രീതിയിൽ കറങ്ങിക്കോട്ടെ. ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ട് ഈ കട്ട് ചെയ്ത് വെച്ച സാധനമൊക്കെ അങ്ങോട്ട് മെല്ലെ അങ്ങോട്ട് ഇട്ടിട്ട് ഒന്നുകൂടെ നന്നായിട്ട് അങ്ങോട്ട് കുഴയ്ക്കുക. അങ്ങനെയൊക്കെയാണ് നമ്മളെ വൈഫിൻ്റെ ഗൈഡിങ്. ഇതൊന്നും കുറയ്ക്കാൻ നിൽക്കണ്ട, മൊത്തം ഇട്ടോളി. തക്കാളിക്ക് കട്ട് ചെയ്യുന്നതിന് ഒരു രീതിയുണ്ട്. നിങ്ങൾ കട്ട് ചെയ്യുന്നുണ്ടോ? ഞാൻ കട്ട് ചെയ്തിട്ട് ശരിയാകുന്നില്ല. നമ്മളെ പൊണ്ടാട്ടി കട്ട് കേട്ടാൽ മതി. നൈസ് കട്ടിങ് ഓഫ് തക്കാളി. ഇങ്ങനെ കട്ടിങ് ഒന്ന് പഠിക്കുന്ന വേണം. അയ്യോ പതുക്കെ വിരലടക്കം പോവും അതിൻ്റെ അകത്തേക്ക്. കുറച്ചൊരു എരിവ് കുറവുണ്ടെന്ന് തോന്നുന്നു. അതുകൊണ്ട് കുറച്ചുകൂടെ പൊടി ഇട്ടേക്കാം, മുളക് പൊടി. ഇത് കാണുമ്പോൾ വിചാരിക്കും എല്ലാം കൂടെ അടുപ്പത്തിട്ട് വാട്ടിയതാണ്. ഇനി ഒരു കപ്പ് വെള്ളം ഒഴിച്ചോ. ഇങ്ങനെ ഈ ഉപ്പ് ഇങ്ങനെ 5 മിനിറ്റ് കൂടുമ്പോൾ ഇടണമെന്നുണ്ട്. ഇങ്ങനെ ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. തലയ്ക്കൊന്ന് വീണ്ടും ക്ലോസ് ദ ഡോർ. എങ്ങനെ ആകുമ്പോഴും കുറച്ച് ശ്രദ്ധിക്കേണ്ടത് ഞാൻ എന്താ വേണ്ടിയിട്ട് ഇതാ വെളിച്ചെണ്ണ ചൂടായിരിക്കും. നല്ല ചീഞ്ചട്ടി അങ്ങനത്തെ ചീഞ്ചട്ടി. തേങ്ങകൾ, കരിവേപ്പിലകൾ, പച്ചമുളകുകൾ, കുരുമുളകുകൾ, പട്ട, കറാമ്പു, ഏലക്ക, ഉള്ളി, വെളുത്തുള്ളി, കാരക്ക, വെണ്ടയ്ക്ക, 4 തക്കാളി, 2 ചെല്ലുമല്ലി. ഇത്ര മതിയോ? നേരത്തെ ആയില്ല, ബസ് ആയില്ല. അങ്ങനെ തന്നെ ഉണ്ട്. ഏകദേശം ഒരു കളറായിരിക്കുന്നു. കുറച്ചുകൂടെ ആവുന്നുണ്ട്. കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്കുക. പിന്നെ ചൂടാറിയിട്ട് മിക്സിയിൽ അങ്ങോട്ട് ഗ്രൈൻഡ് ചെയ്യുക. ഇതുപോലെ ചോക്ലേറ്റ് ഷേക്ക് മാതിരിയായി. ചോക്ലേറ്റ് വരുന്ന പോലെ പാർന്നു കൊടുക്കുക. ഇതിൻ്റെ ഫിനിഷിങ് സ്റ്റേജിലാണ്. നല്ലോണം ഇളക്കുക, നല്ല രീതിയിൽ ഇളക്കി കൊടുക്കുക. കുറച്ച് മല്ലിച്ചപ്പ്, തേങ്ങാക്കൊത്ത്.
ഇല്ലേ? തേങ്ങ കൊത്ത്. തേങ്ങാക്കൊത്ത് എണ്ണയിലൊന്ന് ഫ്രൈ ആക്കിയിട്ട് നേരെ കറിയിലേക്ക് മിക്സ് ആക്കുക. വാ, സംഗതി പൊളിച്ച്. പക്ഷെ ഇതിൻ്റെ ഫിനിഷിംഗ് സ്റ്റേജിൽ കറണ്ടൊന്ന് പോയിണ്ടായിരുന്നു. അത് പിന്നെ എമർജൻസി ലൈറ്റ് വെച്ച് അഡ്ജസ്റ്റ് ആക്കി. എന്നാലും കുഴപ്പമില്ല, കറി ഉഷാറായിരിക്കുന്നു.